ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. പെരുന്നാളിൻ്റെ അന്ന് രാവിലെയൊക്കെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ടേസ്റ്റി ഡ്രിങ്ക് ആണ്. അല്ലാത്ത സമയത്തും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ പൊടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് ബദാം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ പിസ്ത, ഒരു 2-3 വാൾനട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ശരിക്കും ഇത് നിർബന്ധമില്ല കേട്ടോ, കാരണം ഇത് ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ എന്തായാലും ഇടണ്ട കേട്ടോ. ഒരു ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടല്ലോ അതിന്, അപ്പോൾ അത് ഒഴിവാക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂ. ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എല്ലാം ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടിയാൽ മതി. ഇതുപോലെ പാകത്തിനൊന്ന് വറവായി വരുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി കേട്ടോ. ചൂടോടുകൂടെ പൊടിക്കേണ്ട, ഒരുപാട് വറുത്ത് കളർ മാറും വേണ്ട. ഇനി അടുത്തത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ആദ്യം ഇട്ട് കൊടുക്കുക. ഇതിലേക്കൊരു 1/4 കപ്പ് പാൽപ്പൊടി, 3/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏലക്ക മുഴുവനായിട്ട് എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ആ സീഡ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മളെ ഡ്രിങ്കിന് ചെറിയൊരു യെല്ലോ കളർ കിട്ടും. ഇനിയിപ്പോൾ പാലിലൊക്കെ ഇട്ട് കുടിക്കുന്ന സമയത്താണ് കുട്ടികൾക്കൊക്കെ നല്ലതായിരിക്കും. എന്നിട്ട് ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങ് പൊടിച്ചെടുക്കുക. തരിതരിയൊന്നും ഇല്ലാതെ തന്നെ നല്ല ഫൈനായിട്ടൊന്ന് പൊടിഞ്ഞോട്ടെ. ഈ പൊടിച്ചെടുത്തിട്ടുള്ള കൂട്ടിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ചേർത്തിട്ട് ഇട്ടിട്ട് നല്ലോണം അങ്ങ് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുക്കുമ്പോൾ നിർത്തി പൊടിച്ചെടുക്കണം കേട്ടോ. ഒന്നിച്ച് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം, കുറേ സമയത്ത് കറക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കാഷ്യൂം കാര്യങ്ങളൊക്കെ ഒത്തിരി എണ്ണമയം പോലെ ആയിപ്പോവും. കുറേ സമയത്ത് കറക്കി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നല്ലോണം അങ്ങ് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള ബദാം മിക്സ് പൊടി റെഡി ആയിട്ടുണ്ട്. ശരിക്കും നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ആകുമ്പോൾ ഇതൊരു പാക്കറ്റ് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടലുണ്ട്, ബദാം ഡ്രിങ്ക് മിക്സ് എന്ന് പറഞ്ഞിട്ട്. അത് സൂപ്പറാണ് കേട്ടോ. മുൻപൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ അത് കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് ശരിക്കും കാണുന്ന സമയത്ത് ക്യാഷും കാര്യങ്ങളും കുറച്ച് കൂടുതലെടുത്ത് ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊരു കോസ്റ്റ്ലി ആണോ എന്ന് തോന്നും. അപ്പോൾ അത് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. അതിന് കുറച്ചുകൂടി ടേസ്റ്റും കൂടുതലുണ്ട്. ശരിക്കും നമ്മൾ എപ്പോഴും തണുപ്പിലാണ് ചെയ്യലുള്ളത്, പക്ഷെ അത് ചൂടിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഹോട്ട് ഡ്രിങ്ക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ സൂപ്പറാണ്. ഇനിയിപ്പോൾ ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാനിലേക്ക് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്, ഫ്രഷ് മിൽക്ക്. ഇതിലേക്കൊരു 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക പാലിൻ്റെ കൂട്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പൊടി ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു 7 ടേബിൾ സ്പൂണാണ് ഒരു 1/2 ലിറ്റർ പാലിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പൊടി മൊത്തത്തിൽ ഒരു 16-17 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ടാവും. ഒരു ലിറ്റർ 1/4 പാലിലേക്കുള്ള ഒരു കൂട്ടുണ്ടാവും. ഒരു 10-12 ആൾക്ക് കലക്കാനുള്ള പൊടി അതുണ്ടാവും. നമ്മളിപ്പോൾ അതിൽ നിന്നൊരു കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് ചെറിയൊരു മഞ്ഞ കളർ കിട്ടും. പിന്നെ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ ടേസ്റ്റ് കൂടുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബദാം മിക്സ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ബദാം മിക്സിൻ്റെ എസെൻസ് ഉള്ളത് കൊണ്ട് ഒരു 2-3 തുള്ളി അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഇതിലേക്കൊരു 1 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കിയിട്ട് ആ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ചൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഭയങ്കര കൊഴുപ്പ്, ഒരുപാട് കൊഴുപ്പ് വേണ്ട. നമ്മൾ ലൈറ്റായിട്ട് കുടിക്കുന്ന ഡ്രിങ്ക് തന്നെയാണ്, എന്നാലും ചെറിയൊരു കട്ടി കിട്ടലുണ്ട്. പുറത്തുനിന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് ബദാം മിക്സ് കുടിക്കുന്ന സമയത്ത് ചെറിയൊരു കട്ടി കിട്ടലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. കൂടി പോകണ്ട, ഇത്ര തന്നെ മതിയാകും. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി. ഒരു 2 തുള്ളി വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് തിളച്ച് വരുന്ന സമയത്ത് മധുരം കുറവാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഒക്കെ ഒന്ന് വറുത്തിടാനും കൂടിയുള്ളൂ. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കാം. ആയി വരുന്ന സമയത്ത് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് വളരെ ചെറുതായിട്ട് കനം കുറച്ച് മുറിച്ചതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ആദ്യം ഒന്ന് വറുത്തെടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ, അല്ലെങ്കിൽ കാഷ്യൂ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് കാഷ്യൂ ഇട്ടാൽ മതി. ലാസ്റ്റ് കുറച്ച് മുന്തിരി കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബദാമിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഒരു പായസത്തിൻ്റെ ഒക്കെ കുറച്ചൊരു ടേസ്റ്റും കൂടെ കിട്ടിക്കോളും ഇങ്ങനെ മൊത്തത്തിലൊന്ന് മിക്സാക്കി ഈ ഒരു തേങ്ങാക്കൂട്ടും കൂടെ ഒക്കെ ഒഴിക്കുന്ന സമയത്ത്.
പെരുന്നാൾ ദിവസമൊക്കെ ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഒരു ചെറിയ ചൂടോട് കൂടെ കുടിക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതല്ലാതെ പായസമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റെസിപ്പീസ് മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ലൊരു ഗോതമ്പ് പായസം ഉണ്ട്, ക്യാരറ്റ് പായസം ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്